നമസ്കാരം. നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ കുറെ വീഡിയോ ഫ്രം 327 to 343 ഗ്രെയിൻ ഫ്രീ ഡയറ്റ്സ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിനകത്ത് അന്നജം പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ടുള്ള ഒരു നല്ല ഭക്ഷണക്രമമായിരുന്നു അത്. ഈ അന്നജം പൂർണ്ണമായി മാറ്റി നിർത്തുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം പോസിറ്റീവ് ഫാക്ടേഴ്സാണ് വരുന്നതെന്ന് അറിയാമോ? ശരിയാണ്, നമ്മൾ കേരളീയരാണ്, നമുക്ക് അന്നജം അരിയാഹാരം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പോൾ എത്ര ആളുകൾ മാറിക്കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയാണ് നമ്മളെ കേരളം ഡയബറ്റിക് ക്യാപിറ്റലായി മാറിയത് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. അതിന് ശരിക്കും ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് തിരിച്ചു വരണം, 100% തിരിച്ചു വരണം. അല്ലാതെ എന്നും ഇങ്ങനെ അമിതമായിട്ട് ഭക്ഷണം പോലെ മരുന്നുകൾ കഴിച്ചുകൊണ്ട് ജീവിക്കുന്നത്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പൊ നമ്മളുടെ കേരളീയ സമൂഹത്തിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം എനിക്ക് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. കാരണം വളരെയധികം പ്രേക്ഷകര് എൻ്റെ ഈ വീഡിയോസ് നന്നായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് ഭക്ഷണ രീതികൾ മാറ്റുകയും ജീവിത ശൈലികൾ മാറ്റുകയും ചെയ്തതിന്റെ പിൻബലത്തിൽ അവരൊക്കെ തന്നെ ഇത് ലീഡിങ് ആൻ അബ്സല്യൂട്ട്ലി ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് അവരുടെയൊക്കെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയുന്നതിൽ. അപ്പൊ ഇത് അങ്ങനെയുള്ള ഒരു വീഡിയോ. അന്ന് ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ആണ് തന്നതെങ്കിൽ ഇന്ന് ശരിക്കും പറയാൻ അബ്സല്യൂട്ട്ലി നെല്ലായിട്ടുള്ള, ഗ്രെയിൻ ഫ്രീക്കകത്തും ഒരു പരിധി വരെ കാർബോഹൈഡ്രേറ്റ് വരും, ഇവിടെ അതുപോലും ഇല്ലാത്ത ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഫാറ്റ് സാലഡ് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ദിവസത്തെ ഭക്ഷണമാണ് ഞാൻ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് തീർച്ചയായും വെയിറ്റ് ലോസ് ചലഞ്ച്, ഷുഗറിന്റെ കാര്യത്തിന്, അമിതവണ്ണത്തിന്, ഫാറ്റ് ലിവറിന് എല്ലാം ഏറ്റവും പ്രധാനമായിട്ട് കുടവയറിന്റെ പ്രധാനപ്പെട്ട കാര്യം അന്നജമാണ്, നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെ അതിനകത്ത് മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറും കൂടെ ഉണ്ട്, നമ്മളുടെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഭക്ഷണ രീതികൾ. ഒരു ദിവസം നമ്മൾ കൂടുതൽ പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നത്, ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് മോഡിൽ ഈ ഭക്ഷണങ്ങൾ, ഇപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് മോഡിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വളരെ വ്യത്യാസം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ സ്കിൻ തന്നെ മാറും. നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ എനർജി ലെവല് എത്ര നമ്മൾ അന്നജം ഇല്ലാതിരിക്കരുത് ശ്രദ്ധിച്ചു നോക്കണം. ഒരു ദിവസം നമ്മൾ രാവിലെ ഒരു ഇഡ്ഡലിയോ 2 ഇഡ്ഡലിയോ കഴിക്കുക, ഒരു ദിവസം സാധാരണ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിറ്റേ ദിവസം നിങ്ങൾ ആ ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡ്ഡലി മാറ്റിയിട്ട് മുട്ട കഴിക്കുക അതിന് പകരം. സീ ദ ഡിഫറൻസ്. നിങ്ങളുടെ എനർജി എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല ഉന്മേഷത്തോടു കൂടി ഇരിക്കാൻ പറ്റും, കൂടാതെ നിങ്ങൾക്ക് ഉറക്കക്ഷീണം വരുത്തില്ല. അതേസമയം അന്നജം എനിക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരു റിസർച്ച് ആസ്പെക്റ്റിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. എന്നിൽ തന്നെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നിങ്ങളുടെ ഈ അന്നജം കഴിക്കുന്ന ദിവസം ആരോഗ്യം കുറവാണ്, ഉന്മേഷം കുറവാണ്, എനർജി കുറവാണ്. അപ്പൊ അത് തീർച്ചയായും നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഇൻസുലിൻ കൂട്ടുന്ന കാര്യമാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇന്ന് അബ്സല്യൂട്ട് ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്ന് പറയുന്നതിലുപരി ഇത് പ്രോട്ടീനും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളും അതുപോലെ നല്ല ന്യൂട്രിയൻസും മാത്രമുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഇത്. ശരിക്കും നിങ്ങൾക്ക് ഒരു 7 ഡേ ചലഞ്ച് ആയിട്ട് എടുത്തുകൊണ്ട് ഈ ഒരു ഭക്ഷണം ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു 3 ടൈംസ് മീലാണ്. അപ്പൊ ഇതില് നമുക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഒരു 7 ദിവസം കൊണ്ട് തീർച്ചയായും 7 കിലോ കുറയ്ക്കാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ കൂടുതൽ ഇതിനെ ഫോക്കസ് ചെയ്യുന്ന കുടവയറിനാണ്. കുടവയർ ഉള്ളവർക്ക് എക്സലന്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ. ഇതിനകത്ത് ഒട്ടുമേ കാർബോഹൈഡ്രേറ്റ് ഇല്ല, പ്രോട്ടീന്റെ അംശവും അതുപോലെ ഫാറ്റും, നല്ല കൊളസ്ട്രോളും നല്ല ഫാറ്റും അതുപോലെ മറ്റുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ വെജിറ്റബിൾസും അതുപോലെ നട്ട്സും സീഡ്സും ഒക്കെ ചേർത്തതാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അതിങ്ങനെ സീരിയസ് ആയിട്ട് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്, ഏത് സമയത്താണ് കഴിക്കേണ്ടതെന്നൊക്കെ നമുക്കിനി നോക്കാം. അപ്പോൾ ഇത് തീർച്ചയായും ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിൽ ചേരുന്നവര് ആദ്യം തീരുമാനിക്കേണ്ടത് ഒരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിലേക്കാണ്. അത് പല രീതിയിൽ എടുക്കാം. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 16 hours ഫാസ്റ്റിംഗ് വിൻഡോ ഉണ്ട്. അതൊരു വൈകിട്ട് 6 മണി മുതൽ പിറ്റേ ദിവസം 10 മണി വരെയോ, വൈകിട്ട് 7 മണി മുതൽ പിറ്റേ ദിവസം 11 മണി വരെയോ, അല്ലെങ്കിൽ വൈകിട്ട് 8 മണി മുതൽ പിറ്റേ ദിവസം 12 മണി വരെയോ, വൈകിട്ട് 9 മുതൽ പിറ്റേ ദിവസം 1 മണി വരെയോ. ഈ സമയങ്ങളിൽ നമുക്ക് ഫാസ്റ്റിംഗ് മോഡാണ്.
ആഹാരം കഴിക്കരുത്. അതായത് അന്നജം മാത്രമല്ല, കട്ടിയാഹാരങ്ങളൊന്നും കഴിക്കരുത്. ജ്യൂസുകൾ കഴിക്കാം. അതിന് ഏറ്റവും പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മല്ലിച്ചായ ഉപയോഗിക്കാം, ബ്ലാക്കിന്റെ കരിഞ്ജീരക ചായ ഉപയോഗിക്കാം, അല്ലെ ആപ്പിൾ സിഡർ വിനിഗർ ഇടയ്ക്ക് കുടിക്കാം, ഗ്രീൻ ടീ കുടിക്കാം. ഇവയൊക്കെ ഈ സമയത്ത് കുടിക്കാവുന്നതാണ്. അത് ശരിക്കും നിങ്ങളുടെ ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യില്ല. പിന്നെ ഈ 10 മണി കഴിയുമ്പം നമ്മൾ എങ്ങനെയാണ് ആ ദിവസം ആരംഭിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. രാവിലെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാവിലെ എണീക്കുമ്പോഴത്തേക്ക് മല്ലിച്ചായ, ഇതിപ്പം ഇടയ്ക്ക് കുടിക്കുന്നത് തന്നെ അതുപോലെ തന്നെ, അതാണ് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മല്ലിച്ചായ. ഈ മല്ലിച്ചായക്കകത്ത് നമുക്ക് ചിയാ സീഡ് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇത് മല്ലിച്ചായയുടെ ആ പൗഡറാണ്, ഒരു മിക്സിംഗ് ആണ് ഇത്. മല്ലി, അതിനകത്ത് ഉലുവ, കറുവപ്പട്ട, കരിഞ്ജീരകം, ഏലക്ക, ചുക്ക്, നല്ല ജീരകം, ഇവയെല്ലാം ഇതിനകത്ത് ഉലുവ ഒക്കെ കൂടെ ചേർത്തിട്ട് അതിന്റെ ഒരു പ്രത്യേക അനുപാതത്തിൽ, അത് മല്ലിച്ചായയുടെ റെസിപ്പി കിടപ്പുണ്ട്. അപ്പൊ ഇത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കും. ഇത് ഞാൻ കൊടുക്കാറുണ്ട്, പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. ആവശ്യക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ ഞാൻ അയച്ചു തരാം. അതാണിത്. അപ്പൊ ഇത് ഇതിനകത്ത് 1 ടീസ്പൂൺ ഇട്ടിട്ട്, ഒരു കപ്പാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. ഒരു 100-120 ml വെള്ളത്തില് ചിയാ സീഡ് ഒരു 10 ഗ്രാം, ഇത്രയും കൂടെ ചേർത്തതാണ് ഇത്. വേണമെങ്കിൽ ഇതിനകത്ത് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം. തേനല്ല, നെയ്യ്. അതല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത്രയും ചേർത്ത് ഇത് കുടിക്കാം. ഇത് രാവിലെ എണീക്കുമ്പോ, ഈ രാത്രി നമ്മൾ കുടിക്കുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ കുടിക്കത്തില്ലല്ലോ, എന്തെങ്കിലും വെള്ളം കുടിച്ച് കിടന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് വേണം കുടിക്കാം. അത് ഒരു 9 മണിക്ക് കുടിക്കാം. അത് കഴിഞ്ഞിട്ട് കഴിക്കേണ്ടതാണ് ചിയാ സീഡ് ഓംലെറ്റ്. ചിയാ സീഡ് ഓംലെറ്റിന്റെ റെസിപ്പി ഷോർട്സിൽ കിടപ്പുണ്ട്, അല്ലാതെ വീഡിയോ കിടപ്പുണ്ട്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, 2 മുട്ടയാണ് വേണ്ടത്. അതിനോടൊപ്പം ഒരു 100 ഗ്രാം തക്കാളി എടുക്കുക, അത് മുരിങ്ങയില ചേർക്കുക, അതുപോലെ ചിയാ സീഡ് ഒരു 10-15 ഗ്രാം ചിയാ സീഡ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരു 10 ml ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഓംലെറ്റ് രൂപത്തിൽ തയ്യാറാക്കി എടുത്തതാണ് ചിയാ സീഡ് ഓംലെറ്റ്. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ കഴിച്ചു നോക്കൂ, യു വിൽ ഫീൽ ദ ഡിഫറൻസ്. ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു 4-5 മണിക്കൂർ നിങ്ങൾക്ക് വിശപ്പ് വരില്ല. അപ്പൊ നമ്മൾ 10 മണിക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ടത് വിത്ത് ചിയാ സീഡ് ഓംലെറ്റ്. ഓക്കെ, അപ്പൊ ഇത് ഞാനിപ്പോ ഒത്തിരി ശകലം കഴിച്ചു നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ സാധാരണ ഒരു ഓംലെറ്റ് കഴിച്ചു നോക്കണം, അതും ഇത് ഇങ്ങനെ തയ്യാറാക്കിയിട്ടൊന്ന് നോക്കണം. എന്ത് വ്യത്യാസമാണെന്നറിയാമോ? നല്ല രുചിയാണ്. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് വയറ് നിറയും. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാം പ്രോട്ടീനും നാരുകളും, സോലുബിൾ ഫൈബേഴ്സും ഇൻസോലുബിൾ ഫൈബേഴ്സും വൈറ്റമിൻസും മിനറൽസും പിന്നെ പ്രോട്ടീനും നല്ല കൊളസ്ട്രോളും ഒക്കെ കൂടെ, ഇതൊക്കെ തന്നെ ഇതിനൊക്കെ ഡൈജഷൻ ടൈം വളരെ കൂടുതലാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. വളരെ സാവധാനമേ ഇത് ഡൈജസ്റ്റ് ചെയ്ത് വരുള്ളൂ. അതേസമയം അന്നജവും വിതിൻ 1 hour, 1 മണിക്കൂറിനകത്ത് ദഹിച്ച് മാറും. പിന്നെ നമുക്ക് വിശപ്പ് വരില്ലേ? അപ്പൊ പിന്നെ നമ്മൾ കഴിക്കും. അതിന് പകരം നമുക്ക് വിശപ്പ് വരാതെ ഇരിക്കുകയും വേണം, ശരീരത്തിന് ഊർജം കൊടുക്കുകയും വേണം, സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുകയും വേണം. അറ്റ് ദ സെയിം ടൈം എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കണം. ഇതാണ് എക്സലന്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. ഓക്കെ, അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് വരില്ല. നിങ്ങൾ എന്നോട് അല്ലെങ്കിൽ പറയണം കേട്ടോ, ഇതൊക്കെ ചെയ്തിട്ട്. ഇത് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഉച്ചയ്ക്കുള്ള ആഹാരം. ഉച്ചയ്ക്കുള്ള ആഹാരമാണ് ഞാൻ ഇത് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഫിഷ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. മുരിങ്ങയില, കറിവേപ്പില, പച്ചക്കുരുമുളക്, അതിനോടൊപ്പം പെരിഞ്ജീരകം, കുറച്ച് മസാലയും കൂടെ ഇതിനകത്ത് ചേർക്കാം. ഇത്രയും കൂടെ പ്രധാനമായിട്ട് കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും കൂടെ അരച്ച് പുരട്ടിയതാണ്. ആ അരപ്പാണിത്. ഇതിങ്ങനെ അരച്ച് പുരട്ടിയിട്ട് നന്നായിട്ട് വെർജിൻ ഓയിലോ അല്ലെങ്കിൽ വെറും വെളിച്ചെണ്ണയിലോ ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഷാലോ ഫ്രൈ ആണ് കേട്ടോ. ഞാൻ അധികം എണ്ണ ഒഴിക്കാതെ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം ഡീപ് ഫ്രൈ ആകുമ്പം ഇതിന്റെ ഗുണം കുറയും. അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മീനാണ് ഇത്. അയല മീനാണ്. ഇത് ശരിക്കും പറഞ്ഞാല് 150 ഗ്രാമോളം ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഏകദേശം വേണം. അപ്പൊ ഈ 2 മുട്ടയാണ് നമ്മൾ ഉച്ചയ്ക്ക്
150 ഗ്രാമിന്റെ ഒരു ഫിഷ് ഉണ്ട്. അതോടൊപ്പം നമ്മുടെ എക്സലന്റ് ആയിട്ടുള്ള ഒരു സാലഡ് ഉണ്ട്. ഈ സാലഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മുഴുവനും ഇതിനകത്ത് അന്നജമില്ല. അതിന് പകരവും കുറേ ലീൻ വെജിറ്റബിൾസിന്റെ സാലഡാണ്. ലീൻ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തക്കാളി വരും, സവാളയുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, മഷ്റൂം ഉണ്ട്, പിന്നെ ഇതിനകത്ത് സൺഫ്ലവർ സീഡ്സ് നമ്മുടെ സൂര്യകാന്തിയുടെ വിത്തുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇതിനകത്ത് പിസ്ത ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയും ചേർക്കാം. പിസ്ത തന്നെ എടുക്കണമെന്നില്ല, കുറച്ച് വിലയുള്ളതല്ലേ. അപ്പം പിസ്ത പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് കപ്പലണ്ടി ചേർക്കാം, ബദാം ചേർക്കാം. ഓക്കെ, അപ്പൊ ഞാനിപ്പം പിസ്തയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം ആപ്പിൾ സിഡർ വിനിഗർ, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് വെച്ചിരിക്കുക. സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ അങ്ങ് ചെയ്ത് ശരിയാക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് ഉച്ചയ്ക്ക് ആദ്യം ഇത് കഴിക്കണം. അപ്പൊ ആ സാലഡും ഈ ഫിഷും കൂടെ, സാലഡ് കഴിച്ചതിന് ശേഷം ഫിഷ് കഴിക്കാം. ഫിഷ് നോക്കട്ടെ. നല്ല രുചിയുണ്ട്, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു വിൽ പവർ വേണം. ഈ ചോറും ഇഡ്ഡലിയും ദോശയും പുട്ടും അപ്പവും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ ആദ്യം തുടക്കത്തിൽ ബുദ്ധിമുട്ടാണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒരു ഇഡ്ഡലിയോ മറ്റോ കഴിക്കാം. ചിയാസീഡ് ഓംലെറ്റിന്റെ കൂടെ ഒരു ഇഡ്ഡലിയോ മറ്റോ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഫിഷ് കഴിക്കുമ്പോൾ അതിനോടൊപ്പം വളരെ എന്നും കഴിക്കുന്നതിന്റെ 4/1 റൈസ് എടുക്കുക. സാലഡ് മസ്റ്റായിട്ട് കഴിക്കണം. ഇതിങ്ങനത്തെ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ സാലഡ് മസ്റ്റായിട്ട് ആദ്യം കഴിച്ചതിന് ശേഷം വേണം. നിങ്ങൾക്ക് ചോറിനോട് വലിയ പ്രതിപത്തി ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ചോറെടുത്ത് കഴിക്കുക. അതിനോടൊപ്പം ഫിഷ്, പിന്നെ മറ്റുള്ള കറികളൊക്കെ കഴിക്കാം, വെജിറ്റബിൾ കറികളൊക്കെ കഴിക്കാം, നോ ഇഷ്യൂസ്. പിന്നെ പയറും കടലയും ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി വരില്ല, വയറ് പെട്ടെന്ന് നിറയും. അപ്പം നല്ല വിൽ പവർ ഉള്ളവരാണെങ്കിൽ ഈ ഫിഷും സാലഡും മാത്രം കഴിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിഞ്ഞ് ഇപ്പൊ ഇത് രണ്ടാമത്തെ ഭക്ഷണമാണ്. ഇനി അടുത്തത് നമ്മൾ ഡിന്നറാണ്. ഡിന്നറിന് എന്താണ് കഴിക്കേണ്ടത്? ചിക്കൻ. ചിക്കൻ എന്ന് പറയുമ്പോൾ നാടൻ ചിക്കൻ ആയിരിക്കണം. മറ്റേ ബ്രോയിലർ ചിക്കൻ അല്ല. അതുപോലെ മുട്ടയാണെങ്കിലും ബ്രോയിലർ മുട്ട ആവരുത്, നാടൻ മുട്ട മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. അപ്പൊ ഇതിന്റെ പീസുകൾ, ഇതിന്റെ കറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ കാലറി കുറച്ചുകൊണ്ട് ഇതിനകത്ത് തക്കാളി, ഞാൻ നേരത്തെ പറയുന്നത് പോലെ തക്കാളിയും കുറച്ച് ചുവന്നുള്ളിയും, പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചേർക്കുന്ന മസാലകളെല്ലാം തന്നെ നന്നായിട്ട് ചേർക്കും. പക്ഷെ ഈ കൂടുതലായിട്ട് വെളിച്ചെണ്ണ ചേർക്കത്തില്ല, വളരെ കുറച്ച് വെളിച്ചെണ്ണയെ ചേർക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഇതിൽ കുറവാണ്. പക്ഷെ ചിക്കൻ ഇത് ശരിക്ക് ഏകദേശം 150-200 ഗ്രാം ചിക്കൻ ഉണ്ട്. ഫിഷും അതുപോലെ തന്നെ ഏകദേശം 150 ഗ്രാം ഉണ്ട്. ഇതും 150 ഗ്രാം ഏകദേശം വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ കാണും. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം 1 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് ആണ് പ്രോട്ടീൻ വേണ്ടത്. അപ്പം ഏകദേശം ഒരു 50, എനിക്കാണെങ്കിൽ 48 കിലോ ആണ്. അപ്പൊ 48 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. 2 മുട്ട കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തൂടെ കിട്ടുന്ന ആകെ 8 ഗ്രാം 9 ഗ്രാം പ്രോട്ടീനേ ഉള്ളൂ. ഇതിനകത്ത് 8-9 ഗ്രാം പ്രോട്ടീൻ രാവിലെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത് ഫിഷിനകത്താണെങ്കിൽ 150 എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം നമുക്ക് ഒരു 70-75 ഗ്രാം പ്രോട്ടീൻ ഇതിനകത്ത് കിട്ടും. എങ്കിലും അതിന്റെ ബയോ അവൈലബിലിറ്റി, ശരീരത്തിലേക്ക് കിട്ടുന്നതിന്റെ അംശം കുറയും. പിന്നെ ചിക്കനും അപ്പം എന്തായാലും നമ്മുടെ ശരീരത്തിലേക്ക്, ഇപ്പം എനിക്കിത് മുഴുവൻ ഇത്രയും വേണ്ടി വരത്തില്ല, നല്ല വണ്ണമൊക്കെ ഉള്ളവർക്ക്, ആ ശരീരം കൂടുതൽ വെയിറ്റ് കുറയ്ക്കാനിരിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്രയും കഴിക്കേണ്ടി വരും. കാരണം ഒരു 80-90-100 kg വെയിറ്റ് ഉള്ളവർക്ക് ഇത് ഇത്രയും അളവിൽ തന്നെ കഴിക്കേണ്ടി വരും. ഓക്കെ, അപ്പം ചിക്കൻ കറി അത് കഴിക്കുക. ചിക്കൻ കറി പോലെ ഉണ്ടാക്കി റോസ്റ്റ് ചെയ്തെടുക്കാം, അതും കുഴപ്പമില്ല. പക്ഷെ ഡീപ് ഫ്രൈ പാടില്ല. ഡീപ് ഫ്രൈ നന്നായിട്ട് കുറയ്ക്കണം, അതിന്റെ ഗുണം കുറയും. നമ്മൾ വെറുതെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാണ്, അത് കുറയ്ക്കണം. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പല രീതിയിൽ ഞാൻ ചിക്കൻ കറികൾ ഞാൻ ഇതിൽ
തയ്യാറാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ നേരത്തെ ഫിഷിനെ പോലെ തന്നെയുള്ള റെസിപ്പികൾ, മുരിങ്ങയിലയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ടുള്ള, രമ്പയിലയൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ റെസിപ്പികൾ. അതുപോലെ തന്നെ ഒരു വനസുന്ദരി എന്ന് പറഞ്ഞൊരു ചിക്കൻ, എക്സലന്റ് ടേസ്റ്റ് ആണത്. അത് ഇലകളെല്ലാം അതിനകത്ത് വരും. മല്ലിയില വരും, അതുപോലെ തന്നെ പുതിനയില വരും, കറിവേപ്പില വരും, പിന്നെ ജീരകം അതിനകത്ത് ചേർക്കും, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ കുരുമുളക്, പച്ചക്കുരുമുളക്, ഇങ്ങനെയുള്ള റെസിപ്പി. എക്സലന്റ് ടേസ്റ്റ് ആണത്. അതിങ്ങനെ അരച്ച് പുരട്ടിയിട്ട് വേവിച്ചിട്ട് അതിങ്ങനെ ശരിക്കും വെർജിൻ ഓയിലോ മറ്റോ ലേശം ചേർത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ കൊത്തി ശരിയാക്കുന്ന വനസുന്ദരിയുടെ ചിക്കൻ എൻ്റെ വീഡിയോ കിടപ്പുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എക്സലന്റ് ടേസ്റ്റ് ആണ്. ഇതിനേക്കാളൊക്കെ ടേസ്റ്റ് ആണ് അതിന്. അപ്പൊ അത് ചിക്കൻ കഴിക്കുക. അതിനോടൊപ്പം നമ്മൾ വേറൊരു സാലഡ്, ഈ സാലഡ് ആണ് പ്രധാനപ്പെട്ട മറ്റൊരു സാലഡ്. എങ്ങനെയാന്ന് വെച്ചാല്, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചേരുവകളല്ല. ഇതിനകത്ത് ഞാൻ ബദാം ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിക്കിൾഡ് സാലഡ് ഞാൻ നേരത്തെ വീഡിയോ നമ്പർ 315 ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും. ബീട്രൂട്ട്, ക്യാരറ്റ്, കോവയ്ക്ക ഇത്രയും കൂടെ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ നകക്കെ വെള്ളം ഒഴിക്കുക, ഒരു ബോട്ടിലിൻ്റെ. എന്നിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കുക, ലേശം ഉപ്പ് ഇടുക, 48 മണിക്കൂർ പുറത്ത് വെക്കുക. എന്നിട്ട് ഇത് എടുത്ത് നോക്കുമ്പോൾ നല്ല പുളിയായിരിക്കും. നമ്മള് പുളി ഇതിനകത്ത് ചേർക്കണ്ട, പുളി ഇതിനകത്ത് ഫെർമെന്റേഷൻ വഴി പുളി ഉണ്ടാവും. അത് നമ്മൾ ഈ എടുത്ത് ആ വെള്ളവും എടുത്ത് കുടിക്കുക. കുറച്ച് സാലഡ്, അതാണ് ആ പിക്കിളുടെ സാലഡാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. അത് കണ്ടോ, ഇതാണ് സംഭവം. അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കേട്ടോ. അപ്പൊ ഏതൊരു സാലഡിന്റെ കൂടെയും ഇത് നമുക്ക് ചേർക്കാവുന്നതാണ്. അതാണ് അതിന്റെ രസം. പ്രോബയോട്ടിക്സിന്റെ ഭക്ഷണമാണിത്. ഇതിനകത്ത് പ്രോബയോട്ടിക്കും ഉണ്ട്, പ്രീബയോട്ടിക്കും ഉണ്ട്. അതിനുള്ള ഫൈബർ കണ്ടന്റ് ആണ് പ്രീബയോട്ടിക്. അപ്പൊ ഇത് നമുക്കിങ്ങനെ, പിന്നെ ഈ 48 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഫ്രിഡ്ജ് വെക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുളിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പിക്കിൾഡ് സാലഡ് എല്ലാ ദിവസവും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. അത് പ്രത്യേകിച്ചും രാത്രി കഴിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യത്തെ ഭക്ഷണം. അപ്പം ഈ സാലഡ് തയ്യാറാക്കും, അതിനകത്തോട്ട് ഞാൻ മിക്സ് ചെയ്തതാണ്. അപ്പൊ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇത് നല്ല ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനും ആവും. അപ്പൊ അങ്ങനെ ചെയ്തതാണിത്. അതിനകത്ത് ബദാമും കൂടെ ക്രഷ് ചെയ്തിട്ട്, പിന്നെ ടൊമാറ്റോ, സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്. കൂടാതെ പിക്കിൾഡ് സാലഡും ചേർത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ വെർജിൻ ഓയിലും ആപ്പിൾ സിഡർ വിനിഗറും കുരുമുളക് പൊടിയും ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളുടെ 3 നേരത്തെ ഭക്ഷണം, മെയിൻ മീലാണ് 3 നേരം. രാവിലെ 10 മണി, ഉച്ചയ്ക്ക് ഒരു 2-3 മണിക്കൊക്കെ കഴിക്കുക, പിന്നെ വൈകിട്ട് 6 മണിക്ക് കഴിച്ച് ഫിനിഷ്ഡ്. അടുക്കള പൂട്ടി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 10 മണിക്ക് മതി. എത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ കഴിഞ്ഞു അല്ലേ? വളരെയധികം ഗ്യാസ് വെറുതെ കളയണ്ട. വളരെ ഫാസ്റ്റായിട്ട് ഭക്ഷണങ്ങൾ തയ്യാറാക്കി നല്ല എനർജി ലെവലും ആയിരിക്കും നിങ്ങൾക്ക്. 100% ഗ്യാരണ്ടി തരുന്ന ഒരു കാര്യമാണ്. ചുമ്മാ പറയുന്നതല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിൽ നിങ്ങൾ എത്ര പേര് ഇതിനകത്ത് വരുന്നു എന്ന് എന്നെ വിളിച്ചു പറയണം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുക. എന്നിട്ട് 7 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ തയ്യാറാക്കി കഴിക്കണേ, തെറ്റിപ്പോവരുത്. എന്നിട്ട് എന്നെ വിളിച്ചു പറയണം 7 ദിവസത്തിനകത്ത് ഈ എത്ര വെയിറ്റ് കുറഞ്ഞെന്ന്. നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ഫോൺ നമ്പർ മുകളിലുണ്ട്, നിങ്ങൾക്ക് എന്നെ വിളിച്ചു പറയാം. എൻ്റെ ഹോസ്പിറ്റലിലുള്ള ഈ ഡിപ്പാർട്ട്മെന്റ് ഹോളിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ. ഞാൻ നിംസ് ഹോസ്പിറ്റൽ നാച്ചുറോപ്പതി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് ഹോളിസ്റ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്ത ഒരു ഡോക്ടർ തന്നെയാണ് ഞാൻ. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ the goodness of different lines of treatments are coming together to save the patient. നിങ്ങളുടെ എല്ലാത്തരം ചികിത്സകളുടെയും നന്മകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചികിത്സ. അത് എൻ്റെ കീഴിൽ നാച്ചുറോപ്പതിസ്റ്റ് ഉണ്ട്, ആയുർവേദ ഡോക്ടർ ഉണ്ട്, അക്യുപഞ്ചർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പി വരുന്നുണ്ട്. അത് മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഫിസിയോതെറാപ്പി ഉണ്ട്, സർജൻ ഉണ്ട്, അതുപോലെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും അവിടെ ഉണ്ട് നിംസ് ഹോസ്പിറ്റൽ. അതുകൊണ്ട് എന്ത് അസുഖങ്ങൾ, ഇപ്പം എത്ര എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു
എന്താ പറയാ വളരെ സജ്ജമായ ഒരു ക്രമീകരണമാണ് അവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് 10-20 സ്റ്റാഫ് അവിടെയുണ്ട്. ഇപ്പൊ തന്നെ അവിടെ കിടക്കുന്നത് ക്രിയാറ്റിൻ കുറയ്ക്കാൻ വന്ന പേഷ്യൻസ് ആണ്. അതോടൊപ്പം അമിതവണ്ണം ഉള്ള പേഷ്യൻസ് ഉണ്ട്. ഡിസ്ക് തള്ളലായിട്ടുള്ള പേഷ്യൻസ് കിടപ്പുണ്ട്. ശ്വാസം മുട്ടലിന്റെ പേഷ്യന്റ് കിടപ്പുണ്ട്. ഇൻസുലിൻ ഇൻസുലിൻ കൂടി ഡയബറ്റിക് ന്യൂറോപ്പതി, ഇൻസുലിൻ വളരെയധികം എടുക്കുന്ന പേഷ്യൻസ്, ഡയബറ്റിക് ന്യൂറോപ്പതി, വാസ്കുലോപ്പതി, അതായത് കാലിപ്പെരിപ്പ് തരിപ്പ് മരവിപ്പ്, അത് മാറ്റാനായിട്ട് വന്ന് കിടക്കുന്ന പേഷ്യന്റ് ഉണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതുപോലെ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഇവയെല്ലാം തന്നെ ഈ ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ തല മുതൽ പാദം വരെയുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ വിവിധ തരം ചികിത്സകളിലൂടെയാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. വളരെ സിവിയർ ആയിട്ടുള്ള കേസസ് ആണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അല്ലാതെയുള്ള കേസസിന് നമുക്ക് OP പ്രൊസീജിയർ മതിയാവും. അത് ഡിപ്പെൻസ് ഓൺ ദ സ്റ്റേജ് ഓഫ് ദ ഡിസോർഡർ ആണ് നമ്മൾ അഡ്മിഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതൊരു 14 ദിവസത്തെ ചികിത്സാ സമ്പ്രദായമാണ്. അവിടെ ഭക്ഷണവും എല്ലാം നമുക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മറ്റുള്ള ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. ഞങ്ങളുടെ ഫുഡ് തെറാപ്പി ഡിവിഷൻ ഏറ്റവും എക്സലന്റ് ആണ്. ഓരോ അസുഖങ്ങൾക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത്. അതിൽ കൂടെയാണ് നമ്മൾ ക്രിയാറ്റിൻ വരെ 5, 6, 7, 8 ഒക്കെ ഉള്ള പേഷ്യൻസ് വരും. ദൈവത്തിന്റെ അനുഗ്രഹവും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റ്. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു ചികിത്സ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ ക്രിയാറ്റിൻ കുറയ്ക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി ഞാൻ ആദ്യ കാലങ്ങളിൽ. പക്ഷെ ഇപ്പൊ അത് ദൈവമായിട്ട് നമുക്ക് അങ്ങനെ ഒരു നല്ല ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കാൻ പറ്റി. ഒത്തിരി ആൾക്കാർ പിന്നെ വളരെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു 5-നും 6-നും ഒക്കെ ഇടയ്ക്ക് താഴെ വരുന്നവരെ ചെയ്യാം. അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു നെഫ്രോപ്പതി, ഡയബറ്റിക് കിഡ്നിയാണ് നമുക്ക് എളുപ്പം, CKD ആണ് നമുക്ക് എളുപ്പം കുറയ്ക്കാൻ പറ്റുന്നത്. അതോടൊപ്പം ഈ മറ്റുള്ള ഓട്ടോ ഇമ്മ്യൂൺ കിഡ്നി വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും അതും നമ്മൾ ഒരു പരിധി വരെ കുറയ്ക്കുന്നുണ്ട്. ഹൈപ്പർടെൻസീവ് കിഡ്നിയും ഉണ്ട്, ഹൈപ്പർടെൻസീവ് നെഫ്രോപ്പതി വരും, അതിലും ഒരു പരിധി വരെ. പക്ഷെ എന്നാലും ഈ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ആദ്യം തുടക്കത്തിൽ തന്നെ ഒരു 5-ന് താഴെ ഒക്കെ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ വളരെയധികം പേഷ്യൻസ്, എൻ്റെ പേഷ്യൻസ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലെ ട്രീറ്റ്മെന്റ് എടുത്ത പേഷ്യൻസ് ഒക്കെ ദേ ആർ ലീഡിങ് ആൻ അബ്സല്യൂട്ട്ലി ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ് എന്നുള്ള ഒരു സന്തോഷം എനിക്ക് വളരെയധികം ഉണ്ട്. അത് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പങ്കുവെച്ചതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. അത് വിളിക്കാനായിട്ടുള്ള നമ്പർ, മുകളിൽ ഒരു നമ്പർ ഉണ്ട്. അത് ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ എടുക്കാറുണ്ട്. സമയം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും എടുക്കും. കിട്ടിയില്ല എന്ന് പറയാൻ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വീണ്ടും എന്നെ വിളിക്കാവുന്നതാണ്. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടാം കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ ഞാൻ അത് ഞാൻ മിക്കവാറും ഇത് വാട്സപ്പ് എടുത്ത് നോക്കും. അപ്പൊ അങ്ങനെ അതിന് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഇപ്പം ഈ വെയിറ്റ് ലോസ് ചലഞ്ചിൽ എത്ര പേര് ചേരുന്നു എന്നുള്ളത് എന്നെ അറിയിക്കണം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.